ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഗ്ലാസ്സിലേക്ക് കുറച്ച് പുതിന ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസാണ്. അപ്പോൾ അതാ ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ്. അപ്പോൾ ഇത് ഓൾറെഡി മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു പഞ്ചസാര മുഴുവനായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോമ്പ് കാലത്തൊക്കെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു റിഫ്രഷിങ് ഡ്രിങ്കൊക്കെ കുടിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് കേട്ടോ ഞാനത് അധികം ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ അത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സോഡയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ റെഡി. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.